ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ പറഞ്ഞേക്കണ ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തത് ജനറൽ സർവീസ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും ഷോക്കപ്പ് ചെക്ക് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് കവർ മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ട് മഫ്ലർ മാറ്റണം. വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ വണ്ടി കുറച്ച് ഓടി കഴിയുമ്പോൾ വണ്ടിക്ക് ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. ഫ്ലോർ മാറ്റ് മാറ്റാം. സീറ്റ് ലോക്ക് ചെക്കപ്പ്. ചില സമയങ്ങളിൽ ടൈറ്റ് കാണിക്കും, ലോക്ക് ആവുള്ളതെന്നൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് വണ്ടി നോർമൽ ഓടുമ്പോൾ അത്രയും പ്രശ്നം കാണിക്കില്ല. പക്ഷേ ചില സമയങ്ങളിൽ പെട്രോൾ കിട്ടാത്ത പോലെ വണ്ടി സ്റ്റക്ക് ആവണ പോലെ പിടിക്കുക. പിന്നെ മിസ്സിങ് കാണിച്ചിട്ട് വണ്ടി ഓടാം. പിന്നെ ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക. ഇതൊക്കെയാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിച്ചപ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. അപ്പോൾ വേറെ നമുക്കതിന് പറയത്തക്ക ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് അതിൻ്റെ വണ്ടി വർക്കിനായിട്ട് കയറ്റി ജനറൽ സർവീസിനായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിനായിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ച് സൈഡ്, അതേപോലെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു. ബാക്കിലത്തെ ഷോക്ക് ഓപ്ഷൻ്റെ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്ക് ഷോക്ക് വർക്ക് ചെയ്യണ ഈ ഭാഗത്തേക്ക് വരുന്ന ഗിയർ ബോക്സാണ് ഈ വരാം. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ ആരംഭമുണ്ട്. തുടക്കമാണ്, എന്നാൽ കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള സ്റ്റേജും ആയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗിയർ ഓയിലാണ് വരാം. ഗിയർ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി ഗിയർ ഓയിലൊക്കെ ഉണ്ട്, നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അഴിച്ച് മാറ്റണമെന്നില്ല, പരമാവധി ഉപയോഗിക്കുക. ഞാനിപ്പോൾ എന്തെങ്കിലും വീലഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റാക്കി തരാം. പിന്നീട് നമുക്ക് കുറേ കൂടി ഓടിയിട്ട് ഈ സൈഡ് ലീക്കേജ് കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അഴിച്ച് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഗിയർ ബോക്സ് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓയിൽ സീൽ, ഓയിൽ, ഗ്യാസ്കറ്റുകൾ, അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ് അടക്കം ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു 1150 രൂപ നമുക്ക് ചിലവുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ കൂടി വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കേസ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് ഫ്രണ്ട് വീലിലേക്ക് അഴിച്ചു വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്ക് അഴിക്കാത്തത്. ഞാൻ ബാക്ക് വീലും കൂടി അഴിക്കാം. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ ഇതിൽ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഗിയർ ബോക്സ് ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയിട്ട് അതും കൂടിയും ക്ലിയർ ചെയ്യണമെന്നാണെങ്കിൽ കൃത്യമായിട്ട് എടുത്ത് പറയാം. അപ്പോൾ ഞാൻ അതും കൂടിയും കൂട്ടത്തിക്കൂടെ നമുക്ക് ചെയ്ത് വിടാം. ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ നോർമലിൽ നമുക്ക് ലേബർ ചാർജ് അടക്കം വരുന്നത് 1150 രൂപയാണ് നമുക്കതിന് എക്സ്പെൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്ററാണ്. കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നമ്മൾ CVT ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റൊക്കെ നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് നോക്കുമ്പോൾ ഈ പീസെറ്റ് സ്ലൈഡ് തുടങ്ങി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് തേമാനം കാണിക്കുന്നുണ്ട്. അതിന് കിടന്ന് ഓടുന്തോറും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിട്ടാക്കാം. ഏകദേശം ഒരു 100 താഴെ നമുക്കതിന് കോസ്റ്റ് ഉണ്ടുള്ളൂ. പിന്നെ ക്ലച്ച് യൂണിറ്റാണ്. ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ക്ലച്ച് ഔട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് ഗ്രീസ് ചെയ്യുക, അതേപോലെ തന്നെ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഈ ബുഷ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കിയിടാം. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഹെഡിൻ്റെ അവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ആരംഭം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കത് മാറ്റി കളയാം. പിന്നെ നമ്മുടെ മെയിനായിട്ട് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത് കാർബേറ്ററിൻ്റെയാണ്. കാർബേറ്റർ നമ്മൾ നോക്കണ സമയത്തുള്ള കാർബേറ്ററിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഫുള്ള് ദ്രവിച്ച് പോയേക്കാം. അതുകൊണ്ടാ മൊത്തം പൊടിഞ്ഞ് പോയേക്കാണ് അതിൻ്റെ ഉള്ളിൽ. അത് കാർബേറ്ററിൻ്റെ ഓരോ പാർട്സാണ്. ഈ അലുമിനിയം പൊടിഞ്ഞ് ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ചാടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നിലവിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലമാണ്. എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുക. അപ്പോൾ നമ്മളൊരു 1 ലിറ്റർ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 800 മില്ലിയാണ് യഥാർത്ഥത്തിലുള്ള പെട്രോളുള്ളൂ. ബാക്കിയത്തെ 200 മില്ലി എത്തനോളാണ്. ആ എത്തനോൾ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അലുമിനിയം ബോഡിയാണ്. ഈ സംഭവം ഇത് അലുമിനിയാണ് മെറ്റീരിയൽ. അതിനകത്ത് വരുമ്പോൾ ഓക്സിഡേഷൻ നടക്കും. അതിൻ്റെ പരമായിട്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് മൊത്തം ദ്രവിച്ചു പോകണം. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. പക്ഷേ പുതിയ കാർബേറ്റർ അസംബ്ലി വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ഈ പെട്രോൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ കാർബേറ്റർ വെച്ചാലും നമുക്ക് വണ്ടി ഇത് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഓട്ടം കുറവുള്ള വണ്ടിക്കാണെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് വരും. ഓട്ടം കുറവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയൊക്കെ അത്യാവശ്യം ഓടണ വണ്ടിയാണ്. ആ വണ്ടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഓട്ടം കുറഞ്ഞ വണ്ടിയുടെയൊക്കെ മിക്കവാറും കാർബേറ്ററൊക്കെ ദ്രവിച്ച് തന്നെ പോയിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. വളരെ ഭീകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മൾ പുതിയ സംഭവം മേടിച്ച് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ പുതിയ കാർബേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ മാറും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്കാർ ഒരു കാരണവശാലും
ഇതിന് വാറണ്ടി തരില്ല കാർബേറ്ററിന് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ കാർബേറ്റർ വെച്ചതുകൊണ്ട് നമുക്കത് പിന്നീട് കംപ്ലയിൻറ്റ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. 99% കംപ്ലയിൻറ്റ് വരാനാണ് സാധ്യത കൂടുതൽ. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പവർ പെട്രോളിലേക്കൊക്കെ ഒന്ന് മാറാം. കാരണം പവർ പെട്രോളിലും ഈ എത്തനോളും ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറച്ചും കൂടി കെമിക്കൽ വേറെ ആഡിങ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് പ്രശ്നമായിട്ട് തോന്നണില്ല. 100% ഉറപ്പ് പറയുന്നില്ല. പക്ഷേ പവർ പെട്രോളിലേക്ക് മാറിയ കസ്റ്റമേഴ്സിന് അത്രയും വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ സർവീസിലേക്ക് വരുന്ന സമയത്ത് അത്രയും അങ്ങോട്ട് കാണുന്നില്ല. സാധാ പെട്രോളിനെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ നമുക്ക് അതായിരിക്കും ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നണം കേട്ടോ. പുതിയ കാർബേറ്റർ വെച്ചതിന് ശേഷം അതൊക്കെ യൂസ് ചെയ്യാം. അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെയുള്ളത് ഇവിടെ തന്നെ പെട്രോൾ ടാപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പെട്രോൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ അതും അലുമിനിയം തന്നെ ആയിരിക്കണം. അതും കംപ്ലൈൻറ്റാണ്. അതിൻ്റെന്ന് പറഞ്ഞാൽ പൈപ്പ് ത്രൂ ഔട്ടിലേക്ക് കാർബേറ്ററിലേക്ക് വന്ന് നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മാറ്റിയാണ്. അത് വാക്വം ഉപയോഗിച്ച് വർക്ക് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പെട്രോൾ വരാൻ പാടുള്ളൂ. അപ്പോൾ അതും ഓൾറെഡി കംപ്ലൈൻറ്റ് ആയേക്കാം. ഇത് 2 അലുമിനിയം ബോഡിയാണ്. പെട്രോളായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വന്നേക്കണ എല്ലാ സാധനങ്ങളും ഡാമേജാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ അവസ്ഥ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അഴിക്കുമ്പോൾ പെട്രോൾ ടാപ്പ് അഴിക്കുമ്പോൾ നമുക്ക് ടാങ്കും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ അത് പിന്നെ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. തുരുമ്പടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലിങ്കിൻ്റെ ബുഷുകൾ പോയി കിടക്കാം. ഈ ലിങ്ക് ബുഷൊക്കെ നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയിടാം. ഫ്രണ്ടിലത്തെ വീലഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. പക്ഷേ പുതിയ ലൈനറാണ്. ഇത് നോക്കുമ്പോൾ ഉണ്ടോ, ഇതുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് എങ്ങനെയാണത്. ഈ ഭാഗമൊക്കെ ഹബിനകത്ത് പിടിച്ചാണ് കൃത്യമായിട്ട് കാണാം. പക്ഷേ ഈ ബ്രേക്ക് ഷൂവിൻ്റെ പകുതി ഭാഗവും ഹബിനകത്ത് ടച്ച് ആവണില്ല എന്നുള്ളതാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ ഏകദേശം ഒരു 3/4 ഭാഗം പിടിക്കുന്നുണ്ട്. ഒരു പകുതി ഭാഗം ഒരു ഭാഗത്തോളം അവിടെയും പിടിക്കണില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും. ബ്രേക്ക് കിട്ടുമെന്ന് വെച്ചാൽ ബ്രേക്ക് കിട്ടും. കാരണം ലൈനറിന് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 80% ഹബിനകത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്ക് കിട്ടും. പക്ഷേ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റി പുതിയതിട്ട് കമ്പനി ആയിട്ട് ഇടാം. അങ്ങനെ ഇട്ടാൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയും. പിന്നെ അതിനകത്ത് തന്നെ സ്പീഡോമീറ്ററിൻ്റെ ക്രൗണ് പിൻ സെറ്റ് മാറ്റിയിട്ടുണ്ട്. കേബിളുകൾ നമ്മൾ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. സ്പീഡോമീറ്ററിൻ്റെ കേബിളൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ക്രൗണ് പിൻ സെറ്റ് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. ഏകദേശം ഒരു 56 60 അങ്ങനെ എന്താണ് റേഞ്ച് വരുന്നത്. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ്ങും അത് ഈ ബുഷ് പോയി കിടന്ന് ഓടുമ്പോൾ വന്ന കേസാണിത് കേട്ടോ. ഈ ലിങ്ക് ബുഷ് പോയി കിടക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഫ്രണ്ട് വീലിൻ്റെ അലൈൻമെൻറ്റിൽ തന്നെ വേരിയേഷൻ വരും. അപ്പോൾ അങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഷോക്കപ്പും കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ വീൽ ബെയറിങ് കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വീൽ ബെയറിങ് എന്തായാലും നമുക്ക് മാറ്റിവിടാം. കോൺസെപ്റ്റിന് ചെറിയൊരു അടി ഉണ്ട്. അത് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. അത് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. അത് ഓടിക്കുന്നതിന് വേറെ പ്രശ്നം തോന്നണില്ല. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും 2024 ബാറ്ററി 2024 വെച്ചാണ് ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി. അപ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ വോൾട്ട് ലോഡ് കൊടുക്കുമ്പോഴായാലും 8.77 വരുന്നുണ്ട്. കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. സെൽഫൊക്കെ വർക്ക് ആവണുണ്ട്. വണ്ടിമേന്ന് ബാറ്ററി ചാർജ് കയറണമൊക്കെ ഉണ്ട്. അത് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത്. അത് പ്ലഗ് മാറ്റിയിട്ടതിന് ശേഷമാണ്. കാരണം ഞാൻ ഓൾറെഡി ജെറ്റൊക്കെ ബ്ലോക്കാണ്. പെട്രോൾ കൺസപ്ഷൻ കൂടുതൽ പെട്രോൾ ഇറങ്ങിയിട്ട് പ്ലഗ് അടിച്ച് പോയി. അപ്പോൾ പുതിയ പ്ലഗ് ഞാൻ മാറ്റിയിട്ടതിന് ശേഷമാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാൻ പറ്റിയത്. അപ്പോൾ പ്ലഗ് എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം. സെക്കൻഡറി ഫിൽഡ് യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റ് മഫ്ലർ, സീറ്റ് കവണ്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് ഫ്ലോർ മാറ്റേഴ്സൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടൊരു പണി വന്നതെന്ന് വെച്ചാൽ കാർബേറ്റർ അസംബ്ലിയാണ്. കാർബേറ്റർ അസംബ്ലിയും പെട്രോൾ ടാപ്പ്, പെട്രോൾ പൈപ്പ്, വാക്യൂം പൈപ്പ് അത്രയും ആ പൈപ്പുകളും മാറ്റിയിടണം. കാർബേറ്റർ അസംബ്ലി മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് ഇപ്പോൾ എസ്റ്റിമേറ്റിൽ ഇടുന്ന ഐറ്റംസ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എഞ്ചിൻ ഓയിൽ മാറണം. കൂട്ടത്തിൽ കൂടെ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ്ങും മാറ്റിയിടുന്നുണ്ട്. പിന്നെ ഇതുമേലത്തെ പ്രൊട്ടക്റ്റ് മഫ്ലർ മെക്കാനിക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലോറിൻ്റെ ഈ ഒരു മാറ്റ് ഇടണം. സീറ്റ് കവർ മെക്കാനിക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലഗ് മാറ്റി പുതിയതിടണം. പുതിയതിട്ടതിന് ശേഷം ഓടിക്കണം. പ്ലഗ് കവർ മാറ്റിയിടണം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബുഷ് സെറ്റ് ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷ് സെറ്റ് മാറ്റിയിടണം. വീൽ ബെയറിങ് മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് സ്പീഡോമീറ്ററിൻ്റെ ക്രൗണ് പിൻ സെറ്റ് മാറ്റുന്നുണ്ട്. പിന്നുള്ളത് കാർബേറ്റർ അസംബ്ലിയാണ്. കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ഉണ്ട്. അത് നമുക്ക് മാറ്റിയിടണം. പെട്രോൾ ടാപ്പ് അതിൻ്റെ പൈപ്പുകൾ മാറ്റിയിടണം. പിന്നെ ഈ ലിവർ വന്ന മിററിൻ്റെ ഈ ഭാഗമൊക്കെ ലൂസ് ഉണ്ട്. ഈ സൈഡ് ഇങ്ങനെ ഇളകുന്നുണ്ട്. അത് അതിൻ്റെ ഉള്ളിലൊരു ലിവർ ബാൻഡ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഈ ഭാഗത്തേക്ക് ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റിയിടാം. ഇത്രയും ചെയ്യാം. അത്രയാണ് മെയിനായിട്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ, അതായത്
ഈ ബാക്കിലത്തെ ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് അടുത്ത സർവീസിൽ ചെയ്താലും മതി. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇനി പക്ക ക്ലിയറായിട്ട് പോകണമെന്നുള്ളൊരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും കൂടിയും കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, എസ്റ്റിമേറ്റിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ്, അത് നമ്മൾ ഒറിജിനൽ അതിനകത്ത് കാണിക്കുന്നുണ്ട് എസ്റ്റിമേറ്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ആ വാട്സാപ്പിൽ വന്നാൽ ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്രൂവൽ കൊടുക്കുക. അനുമതി കൊടുത്താലാണ് ബാക്കിയത്തെ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പെർമിഷൻ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം.